ഹലോ ഉസ്മാൻ. അപ്പോൾ ഇന്നത്തെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് തവളകൾ ഒരു ദിവസം ഒരു പന്തയം വെച്ചു. അടുത്തുള്ളൊരു വലിയൊരു ഗോപുരമുണ്ടായിരുന്നു. ആ ഗോപുരത്തിന് മുകളിൽ കയറി പറ്റാമെന്ന്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആരാണോ ആദ്യം കയറുന്നത് അവർക്ക് നല്ലൊരു സമ്മാനം ഉണ്ടായിരുന്നു. അങ്ങനെ മത്സരം തുടങ്ങി. ഒരുപാട് കാണികളുണ്ടായിരുന്നു. കണികളുടെ ഇടയിൽ നിന്നും ഹർഷാരവങ്ങൾ മുഴങ്ങി. അങ്ങനെ തവളകൾ ഓരോന്നോരോന്നായി വലിഞ്ഞ് കയറാൻ തുടങ്ങി. അങ്ങനെ കരഘോഷങ്ങൾക്കും ആർപ്പുളികൾക്കുമിടയിൽ ഒരുപാട് തവളകൾ വലിഞ്ഞും നിഴഞ്ഞും നിരങ്ങിയും ഗോപുരത്തിന് മുകളിലേക്കുള്ള കയറാനുള്ള തത്രപ്പാടിനൊടുവിൽ ആൾക്കാർ വിളിച്ചു പറഞ്ഞു, ഇത് സാധ്യമല്ല. കാരണം ഗോപുരത്തിന് മുകളിൽ തവള കയറുക എന്നുള്ളത് ഒരു അസാധ്യമായ ഒരു കാര്യമാണെന്ന്. അങ്ങനെ വലിഞ്ഞും നിരങ്ങിയും ഇഴഞ്ഞും തുള്ളിയും ചാടിയും കയറിയ തവളകൾ ഓരോന്നോരോന്നായി പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. നിശ്ചയദാർഢ്യം തകർന്നുപോയി. അങ്ങനെ ആളുകൾ ചിരിച്ചും കളിച്ചും ഇത് മത്സര സ്പിരിറ്റിലെടുക്കുകയും തവളകൾ ഓരോന്നോരോന്നായി താഴെ വീഴുകയും ചെയ്തു. അങ്ങനെ ഒരു തവള മാത്രം കുറേ നേരത്തെ പ്രയാസപ്പെട്ട് നല്ല പരിശ്രമം കൊണ്ട് ആ തവള ഗോപുരത്തിന് മുകളിലെത്തി. അങ്ങനെ ആളുകൾ സ്തംഭിച്ച് നിൽക്കുന്ന ആ സമയത്ത് വിജയത്തിൻ്റെ കരഘോഷങ്ങൾ മുഴങ്ങി. അങ്ങനെ തവള വിജയിച്ചു. അങ്ങനെ തവളയോട് ഇതിൻ്റെ ഒരു കാര്യം ചോദിച്ചപ്പോൾ മറ്റുള്ള തവളകൾക്കെല്ലാം ചെവി കേൾക്കാമായിരുന്നു. ആൾക്കാർ പിന്നിൽ നിന്നും പറയുന്ന ഓരോ വാക്കുകളും തവളകളെ നെഗറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുപോയി. ഈ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. കാരണം അതുകൊണ്ട് നിശ്ചയദാർഢ്യം മനസ്സിൽ നിന്നും ഉണ്ടായതുകൊണ്ട് അതിൻ്റെ എയിമിലേക്ക് അത് വലിഞ്ഞു കയറി. അങ്ങനെ ആയിരിക്കണം ഓരോ ജീവിതവും. നമുക്ക് ചുറ്റിൽ നിന്നും പലരും നമ്മളെ ചവിട്ടിത്താത്താനും പിടിച്ചിറക്കാനും തമ്മിൽ ചവിട്ടിത്തള്ളിടാനും ഉണ്ടാവും. പക്ഷേ അതൊന്നും കേൾക്കാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോവുക. അതാവണം ലൈഫ് സക്സസ് ആകണമെങ്കിൽ നിശ്ചയദാർഢ്യം. അത് മറ്റുള്ളവരിൽ നിന്നും ആർജിക്കുക. നമ്മുടെ മൈൻഡ് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക. നെഗറ്റീവ് ആകാതിരിക്കുക. ഓൺലി പോസിറ്റീവ്. അപ്പോൾ ഓക്കെ, വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.